അതിനെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ പുതിയൊരു മെത്തേഡ് കണ്ടുപിടിച്ചതാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഫീച്ചേഴ്സിനെ അവർ തന്നെ കണ്ടുപിടിക്കും. അതായത് യൂസറിന്റെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ കുറവായിരിക്കും. ഡീപ്പ് ലേണിംഗ് is models are capable of learning to focus on the right features by themselves, which requires very little guidance. അതായത് വളരെ കുറച്ച് ഗൈഡൻസ് മാത്രം മതിയായിരിക്കും നമ്മുടെ പ്രോഗ്രാമറിന് തന്നെ. അല്ലാതെ തന്നെ ഡീപ്പ് ലേണിംഗ് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യും. ബേസിക്കലി ഡീപ്പ് ലേണിംഗ് എന്ന് വെച്ചാൽ മിമിക്സ് അനുകരണമാണ്. അതായത് മനുഷ്യന്റെ തലച്ചോറിന്റെ ഒരു അനുകരണമാണ് ഡീപ്പ് ലേണിംഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് മനുഷ്യ തലച്ചോറിന്റെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചുകൊണ്ട് അതിന് അനുകരണം പോലെ അല്ലെങ്കിൽ ഒരു മിമിക്സ് പോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ഡീപ്പ് ലേണിംഗ്. That learns from experience feature extraction happens automatically. ഈ എക്സ്പീരിയൻസ് നമ്മുടെ തലച്ചോറ് അതെന്താ നമ്മൾ ആദ്യം ഒരു ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ ചവിട്ടിയാൽ നമുക്ക് എന്താ സംഭവിക്കാൻ നമ്മൾ നേരത്തെ ഫീൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. ആ ചൂടുവെള്ളത്തൊട്ടൊക്കെ നമുക്ക് ചൂട് ഫീൽ ചെയ്യും, മറ്റേ തണുത്ത ഫീൽ. അതുപോലെ തന്നെയാണ് നമ്മൾ ഡീപ്പ് ലേണിംഗിന്റെ കാര്യവും. അത് അതിന്റെ മുൻകാല എക്സ്പീരിയൻസ് വെച്ചത് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് വെച്ചാണ് അത് കൂടുതൽ തീരുമാനങ്ങളിലേക്ക് എത്തുന്നത്. You need very little guidance by the programmer. So deep learning is a model and it will understand which feature or which variable is important in predicting outcome. അതായത് ഡീപ്പ് ലേണിംഗിന് അറിയാം ഏതൊക്കെ വേരിയബിൾസ് പ്രഡിക്റ്റഡ് വേരിയബിൾസ് നമ്മളവിടെ കളക്ട് ചെയ്യേണ്ടത്, അവിടെ ഏതൊക്കെയാണ് അത്യാവശ്യമായിട്ടുള്ളതെന്ന് അതിന് സ്വയമേ കണ്ടെത്താൻ സാധിക്കും. അത് നമ്മൾ കൂടുതലും പ്രോഗ്രാമർ ഇൻവോൾവ് ആവേണ്ട കാര്യമില്ല. പക്ഷേ നമുക്കൊരു കാര്യമില്ല, നമ്മൾ നേരത്തെ പഠിച്ചത് മെഷീൻ ലേണിംഗിലാണെങ്കിൽ ഇതൊക്കെ നമ്മൾ പ്രോഗ്രാമർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണമായിരുന്നു. ഓരോ മോഡൽ കണ്ടുപിടിക്കും, ഏതൊക്കെ പ്രഡിക്റ്റിംഗ് വേരിയബിൾസ് എടുക്കണം, അതിന്റെ ഔട്ട്കം എങ്ങനെ വരണം, ഇൻകം എങ്ങനെ നമ്മൾ കൊടുക്കണം എന്നൊക്കെ കൂടുതലും നമ്മൾ പ്രോഗ്രാമറാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത്. Let's say you have millions of predicted variables for a particular problem statement. അതായത് ഒരു പ്രോബ്ലത്തിന് ലക്ഷക്കണക്കിന് predicted variables ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. അത് ഓരോന്നിന്റെയും പ്രത്യേകതകൾ അനുസരിച്ചാണ് നമുക്ക് എത്ര വേണം നമ്മൾ തീരുമാനിക്കുന്നത്. ഇത് നമുക്ക് ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു ഡെഫിനിഷൻ കറക്റ്റായിട്ട് പറയാമെന്ന് വെച്ചാൽ ഹൈ ഡയമെൻഷൻ ഡേറ്റ. So whatever the data is really large and it has a lot of features and a lot of predicted variable, we use deep learning. Deep learning extract features on its own and understand which features are important and predicting your output. So that is the main idea behind deep learning. Deep learning തന്നെത്താനെയാണ് അതിന്റെ predicted variable output variable ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്. അവർ അതിൻ്റെതായ ഇറ്റ്സ് ഓൺ ഔട്ട്പുട്ട് നമുക്ക് സ്വന്തമായിട്ട് തരികയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ യൂസർ അല്ല അവിടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ മെഷീൻ ലേണിംഗ് ആണെങ്കിൽ ആര് പറഞ്ഞു കൊടുക്കണം? യൂസർ. അത് അവിടെ പറഞ്ഞു. ഡീപ്പ് ലേണിംഗ് എന്താ? ഡീപ്പ് ലേണിംഗ് മോഡൽസ് ആർ കേപ്പബിൾ ടു ഫോക്കസ് ഓൺ റൈറ്റ് ഫീച്ചേഴ്സ് ബൈ themselves, requiring little guidance from the programmer. These models also partially solve the dimensionality problem. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയാലോ? ഇവിടെ കണ്ടോ, ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഈ പടത്തിൽ കുറെ ആൾക്കാരുടെ ഫേസ് ഉണ്ട് കണ്ടോ. ഈ ഫോട്ടോസ് എല്ലാം നമുക്ക് നമ്മുടെ ഇൻപുട്ട് ഡേറ്റ ലേണിംഗിന് വേണ്ടി കൊടുക്കുന്നു എന്ന് വെച്ചോ. അപ്പോ നമ്മുടെ ഡീപ്പ് ലേണിംഗ് തന്നെ അതിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് കണ്ടുപിടിക്കുകയും അത് വെച്ച് ഓരോ ഫോട്ടോയും മോഡൽ വെച്ച് കണ്ടുപിടിക്കുകയും അത് വെച്ച് കമ്പാരിസൺ നടത്തി അതിന്റെ ഔട്ട്കം നമുക്ക് തരും. എന്നാൽ മെഷീൻ ലേണിംഗ് ആയിരുന്നെങ്കിൽ നമ്മൾ മാനുവലി ഇതിന് ഫീച്ചേഴ്സ് കൊടുക്കേണ്ടി വന്നേനെ. ഡീപ്പ് ലേണിംഗിന് അവർ സ്വന്തമായിട്ട് തന്നെ ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്ത് കണ്ടുപിടിച്ച് എടുക്കും. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടു. ഇവിടെ കുറെ ആൾക്കാർ ഫേസ് കൊടുത്തു. ആദ്യം പാറ്റേൺസ് ഓഫ് ലോക്കൽ കോൺട്രാസ്റ്റിന് പോയി. അവിടെ നമ്മൾ ഇൻപുട്ട് ലെയറിൽ അതാണ് നടക്കുന്നത്. പിന്നെ അപ്പുറത്ത് പോയി ഫേസ് ഫീച്ചേഴ്സ് ചെയ്ത് ഹിഡൻ ലെയർ 1 വന്നു. പിന്നെ ഹിഡൻ ലെയർ 2 കുറച്ചുകൂടെ ഫേസ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യുന്ന പോലെ വന്നു. പിന്നെ നമുക്ക് ഔട്ട്പുട്ട് ലെയർ അവിടെ ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, ഇങ്ങനെ ഡീപ്പ് ലേണിംഗ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഈ ഡീപ്പ് ലേണിംഗ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കിയാൽ ഡീപ്പ് ലേണിംഗിന് കുറെ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ഈ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മുടെ മനുഷ്യ ബ്രെയിനിന്റെ തലച്ചോറിന്റെ ഒരു തനിയാവർത്തനം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു ആണ്. അപ്പൊ നമ്മൾ ഈ ഡീപ്പ് ലേണിംഗ് പറയുമ്പോൾ നമ്മളൊരു മനുഷ്യന്റെ ബ്രെയിൻ എങ്ങനെ പ്രവർത്തിക്കുന്നത്, മനുഷ്യൻ നെർവസ് സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമായ കാര്യമാണ്. ഓക്കെ, നമുക്ക് അതിന് ആദ്യമായിട്ട് ഞാൻ ഒരു ന്യൂറോണിന്റെ പടം, നമ്മുടെ നെർവസ് സിസ്റ്റം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ന്യൂറോണിന്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ന്യൂറോൺ കുറെ പാർട്സ് ഒക്കെ ഉണ്ട് കണ്ടോ. നമ്മൾ 3 പാർട്സ് ആണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ഡെൻഡ്രൈറ്റും ഒരു സെൽ ബോഡി ഒന്ന് ആക്സോണും കൊടുത്തേക്കുന്നത് കണ്ടോ. ഈ ന്യൂറോണിന്റെ ഈ ഡെൻഡ്രൈറ്റിലേക്കാണ് നമ്മൾ വേറൊരു ന്യൂറോണിൽ നിന്നുള്ള ഡേറ്റ ഇൻപുട്ടായിട്ട് സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിച്ച ഇൻപുട്ടിനെ ഈ ഡെൻഡ്രൈറ്റ് എവിടേക്ക് കൊടുക്കും? സെൽ ബോഡിയിലേക്ക് കൊടുക്കും. ഈ സെൽ ബോഡി ഇങ്ങനെ ഈ കുറെ ഡെൻഡ്രൈറ്റ്സ് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ. ആ സെൽ ബോഡി ആ ഡെൻഡ്രൈറ്റ്സിനെല്ലാം കളക്ട് ചെയ്ത ഇൻപുട്ടിനെ ഒരു സം അപ്പ് ചെയ്ത് ഒന്നാക്കി എന്നിട്ട് ആക്സോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും.
ഈ ആക്സോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് അവിടെ ഒരു എക്സ്ട്രാ എനർജി അല്ലെങ്കിൽ ത്രെഷോൾഡ് എനർജി കൊടുത്തുകൊണ്ട് അത് നെക്സ്റ്റ് ന്യൂറോണിലേക്ക് അതെന്തോ ചെയ്യും, ഈ ഇൻപുട്ടിനെ അവിടെ ജനറേറ്റ് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. മനസ്സിലായോ? അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇനി ഡീപ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തമായിട്ട് അത് കണ്ടുപിടിക്കുക എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോ ഈ ഡീപ് ലേണിംഗിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം ന്യൂറോണിന്റെ സ്ട്രക്ചർ പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ട്രക്ചർ ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ ഡീപ് ലേണിംഗിൽ നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഈ ന്യൂറോണിനെ പോലെ തന്നെ ആ ഡീപ് ലേണിംഗിന്റെ വർക്കിംഗ് പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടി ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറോണിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ യുടെ പേരാണ് പെർസെപ്ട്രോൺസ്. പെർസെപ്ട്രോൺസ് എന്ന് വെച്ചാൽ അത് ആർട്ടിഫിഷ്യൽ ന്യൂറോൺ ആണ്. ഇതിന്റെ വർക്കിംഗ് ഏകദേശം എന്തുമായി സിമിലാരിറ്റി ഉണ്ട്? ഒരു മനുഷ്യ ശരീരത്തിൽ ന്യൂറോണുമായുള്ള സിമിലാരിറ്റി ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ ആദ്യം ബയോളജിക്കൽ ന്യൂറോൺ കാണിക്കുക, അതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തത്. ഇവിടെ കണ്ടോ, ഇവിടെ ഡീപ് ലേണിംഗിന്റെ വർക്ക് നോക്കി. എന്താണ് ഡീപ് ലേണിംഗ്, അതെങ്ങനെയാ വർക്ക് ചെയ്ത് നോക്കിയേ? ഒരു മൾട്ടിപ്പിൾ ഇൻപുട്ടിനെ അവർ റിസീവ് ചെയ്യുന്നത് നമ്മൾ മറ്റേ ന്യൂറോണിലും കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ന്യൂറോണിലും കുറെ മൾട്ടിപ്പിൾ ഇൻപുട്ടിനെ അവർ റിസീവ് ചെയ്യും. ഓരോ ഇൻപുട്ടിനെ റിസീവ് ചെയ്ത് അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഡിക്റ്റർ വേരിയബിളിനെ അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് വേരിയബിളിനെ ആക്കിയിട്ട് ഇത് ആർട്ടിഫിഷ്യൽ ന്യൂറോണിനകത്തേക്ക് നമ്മളെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഇൻപുട്ട് ആ ഡേറ്റ ഫീഡ് ചെയ്യുമ്പോൾ തന്നെ അത് അവിടെ അതിന്റെ അകത്തേക്ക് കയറ്റി നെക്സ്റ്റ് ലെവലിൽ എത്തിയിട്ട് അവർക്ക് ആവശ്യമായ പ്രോസസ്സിങ്ങുകളൊക്കെ നടത്തിയിട്ട് നമുക്കത് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചു തരും. മനസ്സിലായോ? അതായത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ന്യൂറോണായ പെർസെപ്ട്രോൺസ് നമ്മുടെ ബയോളജിക്കൽ ന്യൂറോണിനെ പോലെ തന്നെ ഒരു സിമിലാരിറ്റി ആ ഒരു രീതിയിലാണ് വർക്ക് ചെയ്തത്. ഇപ്പൊ നമുക്ക് ഔട്ട്പുട്ട് വരും. ഇവിടെ നമുക്ക് 3 ലെയറുകളാണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ലെയർ ഇൻപുട്ട് ലെയർ, പിന്നെ 2 ഹിഡൻ ലെയർ, ഒരു ലാസ്റ്റ് ഒരു ഔട്ട്പുട്ട് ലെയർ. ഇൻപുട്ട് ലെയർ എന്ന് വെച്ചാൽ നമ്മൾ ആ ഇൻപുട്ട് കൊടുക്കുന്ന ആ ലെയറും, പിന്നെ സെക്കൻഡും തേർഡും ഹിഡൻ ലേയേഴ്സ് ആണ്. ലാസ്റ്റ് ഔട്ട്പുട്ട് ലെയറിൽ കൂടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഡീപ് ലേണിംഗ് ഈസ് എ കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്ഫൈഡ് മെഷീൻ ലേണിംഗ് ടെക്നിക്സ് യൂസ്ഡ് ടു ലേൺ ഫീച്ചേഴ്സ് hierarchies based on the concept of artificial neural networks. Main idea behind artificial neural network which work exactly how our brain works. ഇതാണ് ഞാൻ ആദ്യം തൊട്ട് തന്നെ പറയുന്നത്. ഒരു ഡീപ് ലേണിംഗിന്റെ മെയിൻ ഐഡിയ അല്ലെങ്കിൽ അതിന്റെ പിറകിൽ മെയിൻ ഹൈറാർക്കി പറയുന്നത് ഒരു എന്താ ബയോളജിക്കൽ ബ്രെയിൻ എങ്ങനെയാ വർക്ക് ചെയ്യുന്ന ആ രീതിയിലാണ് നമ്മുടെ ഡീപ് ലേണിംഗ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഫിഗർ നമ്മൾ കാണിച്ചിരിക്കുന്നത് 2 ഇതാ കൊടുത്തേക്കുന്നത് ഹിഡൻ ലേയേഴ്സ് കൊടുക്കുന്നത്. നമ്മുടെ പ്രോബ്ലത്തിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് ഹിഡൻ ലേയേഴ്സ് കൊണ്ട് നമ്മൾ കൂടുകയും ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഇൻപുട്ട് ലെയർ ആണ്. ലാസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ലെയർ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് കണ്ട ഇമേജ് റെക്കഗ്നിഷൻ ഒരു പടം ഉണ്ടല്ലോ, ആ പടം വെച്ച് നമ്മളെ ഈ വർക്കിംഗ് ഒന്നുകൂടി പറയുവാണെങ്കിൽ ഓക്കെ, ഫസ്റ്റ് വൺ എന്താ? ഈ പാസ് ദിസ് ഹൈ ഡയമെൻഷൻ ഡേറ്റ ടു ദ ഇൻപുട്ട് ലെയർ. ഈ ഇത്രയും ഒത്തിരി ഫേസ് ഹൈ ഡയമെൻഷൻ ഡേറ്റ നമ്മൾ ഇവിടെ കൊടുക്കും, ഇൻപുട്ട് ലെയറിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഔട്ട്പുട്ട് റിസീവ്ഡ് ഫ്രം ദ ഇൻപുട്ട് ലെയർ കണ്ടെയ്ൻസ് പാറ്റേൺസ് വിച്ച് ആർ എക്സ്ട്രാക്റ്റഡ്. ഇവിടെ നമ്മൾ ഈ ഔട്ട്പുട്ട് ലെയർ കിട്ടുന്ന വെച്ചാൽ ആ ഇൻപുട്ട് ലെയർ ഹിഡൻ ലെയറിൽ കൊടുത്തിട്ട് എക്സ്ട്രാക്ട് ചെയ്ത ഔട്ട്പുട്ട് നമുക്ക് എവിടെ കിട്ടുന്നത്? ഔട്ട്പുട്ട് ലെയർ കിട്ടുന്നത്. ഔട്ട്പുട്ട് വിൽ ബി ഫെഡ് ടു ഹിഡൻ ലെയർ 1. അതായത് ഇൻപുട്ട് ലെയർ ഔട്ട്പുട്ട് ഹിഡൻ ലെയർ 1 കൊടുത്തു, പിന്നെ അവിടെ നിന്ന് എങ്ങോട്ട് ഹിഡൻ ലെയർ 2 കൊടുത്തു. പിന്നെ എന്ത് ചെയ്യാൻ സംഭവിച്ചത്? ഔട്ട്പുട്ട് ലെയർ പെർഫോംസ് ക്ലാസിഫിക്കേഷൻ, ഔട്ട്പുട്ട് ലെയർ കൺസിഡർ ക്ലാസിഫിക്കേഷൻ നടത്തി നമുക്കൊരു തരിക ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡീപ് ലേണിംഗിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഡീപ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യ ന്യൂറോ സിസ്റ്റത്തിന്റെ ഒരു മിമിക്സ് അല്ല, അതുപോലെ തന്നെയുള്ള ഒരു വർക്കിംഗ് ആണ് നടക്കുന്നത്. അവിടെ നമുക്ക് ബയോളജിക്കൽ ന്യൂറോ എന്ന് പറയുന്ന ആരാളുടെ പെർസെപ്ട്രോൺസ് ആണുള്ളത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെർസെപ്ട്രോൺസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഹിഡൻ ലേയേഴ്സിനെ പറ്റി പറഞ്ഞു. ഇൻപുട്ട് ലെയർ റിസീവ്സ് ദ റോ ഡേറ്റ സോച്ച് ആസ് ഇമേജ്, പിക്സൽസ്, റോളിയോ സിഗ്നൽസ്. നമുക്ക് കിട്ടുന്ന റോ ഡേറ്റ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പെർസെപ്ട്രോൺസിലേക്ക് കൊടുക്കുക ചെയ്യുന്ന ഇൻപുട്ടായിട്ട്. അതിനകത്ത് ഇമേജ് ആകാം, സൗണ്ട് ആകാം. എന്നിട്ട് എങ്ങോട്ട് കൊടുക്കും? ഹിഡൻ ലേയേഴ്സ്. ഹിഡൻ ലേയേഴ്സ് എന്ന് വെച്ചാൽ എന്താ? പെർഫോം വെയിറ്റഡ് സംസ് ആൻഡ് അപ്ലൈ നോൺ ലീനിയർ ആക്ടിവേഷൻസ്. നെക്സ്റ്റ് ഔട്ട്പുട്ട് ലെയർ produces final predictions or classifications. Flow of information and the moves forward, errors propagate backward during training. എററിന്റെ പ്രൊപ്പഗേഷൻ ആണ് കാണിക്കുന്നത്. എറർ ഇൻഫർമേഷൻ എങ്ങനെയാ പോകുന്നത്. പിന്നെ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് സ്കാൻ ഇമേജസ് ഓഫ് സ്പെഷ്യൽ പാറ്റേൺസ്, കൂളിംഗ് ആൻഡ് ഫുള്ളി കണക്റ്റഡ് ലെയർ റെഡ്യൂസ് ഡേറ്റ ആൻഡ് മേക്ക് ഡിസിഷൻസ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഡീപ് ലേണിംഗ് എന്താണെന്നൊരു ബേസിക് ഐഡിയ ആണ് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് സെഷൻസ് ഡിസ്കസ് ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞ മെയിൻ പോയിന്റ്സിന് ഒന്നുകൂടി വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചലഞ്ചസ് എന്തൊക്കെയാന്ന് നോക്കാം. ഹൈ കമ്പ്യൂട്ടേഷൻ ഡിമാൻഡ്, ഡേറ്റ പ്രൈവസി കൺസേൺസ്, ഇംപ്ലിമെന്റേഷൻ കോംപ്ലക്സിറ്റി, പോസ്റ്റ് ഡിപ്ലോയ്മെന്റ് അഡോപ്ഷൻ ബാരിയേഴ്സ്. അപ്പൊ എല്ലാവർക്കും ഈ ചെറിയ സെഷൻ ഇഷ്ടമായി